ഗുഡ് മോർണിംഗ്. എല്ലാവരെയും വീണ്ടും തണുത്തൊരു പ്രഭാതത്തിലോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. നമ്മുടെ ഇവിടുത്തെ റബ്ബർ വെട്ടിൻ്റെ സീസൺ എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ പറമ്പിലെയും തോട്ടത്തിലെയൊക്കെ റബ്ബർ വെട്ട് നിർത്തി ഇപ്പം മരത്തെ ചുറ്റിയിരിക്കുന്ന പ്ലാസ്റ്റിക് എല്ലാം അഴിച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മളിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കുറച്ച് ദിവസത്തേക്കും കൂടെ നമ്മുടെ പുകപ്പുരയിൽ വർക്കിംഗ് ഒക്കെ കണ്ടെത്തുള്ളൂ. കണ്ടാൽ നമ്മുടെ പുകപ്പുരയിൽ നിന്ന് ഇങ്ങനെ പുക ഇങ്ങനെ നിറഞ്ഞ് തുളുമ്പി വന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്കിവിടെ ഒരു ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് വൈബാണ്. നിറഞ്ഞ് നമ്മൾ പറഞ്ഞില്ലേ, പുകപ്പുരയിൽ നിന്ന് നിറഞ്ഞു വരുന്ന തുളുമ്പുന്ന പുക, അതൊക്കെയാണ് നമുക്കിവിടുത്തെ ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ സീസണിലെ ലാസ്റ്റ് ടൈം ആയതുകൊണ്ട് പുകപ്പുരയൊക്കെ ലാസ്റ്റായിട്ട് ഒന്നുകൂടെ കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്ത സീസണിലല്ലേ ഇതൊക്കെ ഒന്നുകൂടെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത സീസൺ തുടങ്ങുന്നതിന് മുമ്പ് നമുക്കിവിടെ റബ്ബർ തോട്ടത്തിൽ ചെയ്യേണ്ട കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. അത് ഇതിന് പുറകെയുള്ള വീഡിയോസ് അതെല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഈ കൊല്ലം ലാസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് പുകപ്പുരയും അതിനോടനുബന്ധിച്ചുള്ള ഫർണസും എല്ലാം ഒന്നിവിടെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി പുറകിലോട്ടുള്ള ഫർണസ് തൊടാൻ പോയപ്പോൾ തന്നെ നല്ല ചൂടായിരുന്നു. ഞാൻ ശ്രദ്ധിക്കാതെ കയറി തൊട്ടു, ജസ്റ്റ് ഒന്ന് കൈ പൊള്ളി. കാരണം അറിയാം, ഇത്രയും റബ്ബറിന് വേണ്ടിയുള്ള തീ ഉള്ള സ്ഥലമെന്ന് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കേണ്ടായിരുന്നു. തൊട്ടു, നല്ല രീതിയിൽ തൊള്ളി. അതിപ്പോൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, ഇത്രയും നല്ല ചൂടുള്ള ഒരു ഫർണസ് ആണെങ്കിൽ ഇതിൻ്റെ അടപ്പേ തൊടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. ഇതുവരെ ഞാൻ കാണിച്ചിട്ടില്ല. ഞങ്ങളുടെ മിഷ്യൻ വരെയാണ്. മിഷ്യൻ വരെ എന്ന് പറഞ്ഞാൽ റബ്ബർ ഷീറ്റ് അടിക്കുന്ന സ്ഥലം. ഇപ്പം പണി നടക്കാത്തതുകൊണ്ട് നന്നായിട്ട് ഉണയും കിടക്കുവാണ്, അല്ലെങ്കിൽ എപ്പോഴും നനഞ്ഞൊക്കെ കിടക്കും. ഷീറ്റ് അടിക്കുന്ന പരിപാടിയെല്ലാം നിർത്തി വെച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ഡിഷൊക്കെ കഴുകി ഉണക്കി ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ഷീറ്റ് അടിക്കാൻ 2 മെഷീനാണുള്ളത്. 2 ഇലക്ട്രിക്കാണ്, മാനുവൽ പരിപാടിയൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. പിന്നെ റബ്ബറിൻ്റെ പാലൊക്കെ ശേഖരിക്കാനുള്ള ജാറൊക്കെയാണ് അവിടെ സൈഡിൽ ഇരിക്കുന്നത്. പിന്നെ ഒട്ടുപാലൊക്കെ കൊണ്ടുവരുന്ന ബക്കറ്റുകൾ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് അതിന് ചുറ്റുമായിട്ടിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് താഴെ തോട്ടിലോട്ടുള്ള നല്ല വ്യൂ ഒക്കെ കിട്ടും. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടത്തെയൊക്കെ കാണിച്ചു തരുമ്പോൾ ഇവിടുത്തെ അയയിൽ കൂടെയൊക്കെ നല്ല പച്ച ഷീറ്റ് കിടക്കുന്നതായിട്ടൊക്കെ കാണാമായിരുന്നു. ഇതിനു മുമ്പിട്ടുള്ളത് കണ്ടവർക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം കണ്ടില്ലേ, സീസൺ തീർന്നുകൊണ്ട് അയലൊന്നും ഷീറ്റൊന്നും ഇല്ല. ഷീറ്റിൻ്റെയൊക്കെ നമ്മൾ പറയത്തില്ലേ, സ്റ്റോറേജ് തീർന്നു. ഒരു സീസണിൻ്റെ അവസാനം ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത സീസൺ നല്ലതായിട്ട് വരട്ടെ എന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സീസണിലെ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഞാൻ കുറേയൊക്കെ പറഞ്ഞു തന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.